അപ്പൊ നിങ്ങൾ രണ്ടുപേരെയും ഞാനിങ്ങനെ ക്രിസ്മസിന്റെ ഒരു ആഘോഷത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനിരിക്കുകയാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണല്ലോ. എന്തെങ്കിലും ചെറുപ്പകാലത്ത് എന്തെങ്കിലും ഓർമ്മയൊക്കെ ഉണ്ടോ അജുന്? അജുന് എന്താ ചെറുപ്പകാലം ഇല്ലേ? ക്രിസ്മസ് അപ്പൂപ്പനായിട്ടുണ്ട് സ്കൂളിൽ. വേറെ ചെറുപ്പകാലം ആയതുകൊണ്ട് ഇപ്പോഴത്തെ ഓർമ്മകൾ സ്കൂളിൽ അപ്പൂപ്പൻ എപ്പോഴും അജിച്ചേട്ടനല്ലേ? ചെറുപ്പകാലമാണല്ലോ. സ്കൂളിൽ അതായത് മറ്റേ സാന്താക്ലോസ് അപ്പൂപ്പനായിട്ടുണ്ടോ? ഇല്ല ഇല്ല, യേശുക്രിസ്തു ആയിട്ടുണ്ട്. ഓ വെരി ട്രൂ. പിന്നെ അതെ, അന്ന് ഞാൻ ഇങ്ങനെയല്ലായിരുന്നു, ഭയങ്കര നിഷ്കളങ്കനായിരുന്നു. കള്ളനെ പിടിച്ച് യേശുക്രിസ്തു ആക്കി. യേശുക്രിസ്തുവായിട്ട് ഇങ്ങനെ ആ ഒരു സ്റ്റാച്ചു ആയിട്ട് കുരിശേ തറച്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നോ? അതില്ലാത്ത കുറവാണല്ലോ, ഒരു അവസാനം ഒരു ഡയലോഗേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അതെടുത്തത്. പക്ഷേ ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ബേസിക്കലി നമ്മുടെ സന്തോഷം സിനിമയാണ്. തിയേറ്ററിൽ പോകാം എന്നുള്ളതാണല്ലോ. വീട്ടിൽ നിന്ന് കൊണ്ടുപോകും, കസിൻസ് വരിക, എല്ലാവരും അന്ന് മുതലേ ഡാൻസ് ആയിരിക്കും. അതെ, ഞങ്ങളുടെ സ്കൂളിന് ആ ഒരു സമയത്ത് ഇറ്റ്സ് സെലിബ്രേഷൻ. പിന്നെ ഞാൻ പഠിച്ച സ്കൂൾ ക്രിസ്ത്യൻ സ്കൂൾസാണ് രണ്ടും. അപ്പം ക്രിസ്ത്യൻ സ്കൂളിന് അറിയാലോ, ക്രിസ്മസ് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നിട്ടേ പിന്നെ ആ ഒരു മാസം ഞങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ കൊണ്ടുപോകാൻ പാടില്ല സ്കൂളിൽ. അതൊരു വലിയൊരു ടാസ്ക് ആണ് നമുക്ക്. ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ മുസ്ലിം ആണല്ലോ, അപ്പം നമ്മൾ ആമീന്നാണ് നമ്മൾ ഖുറാൻ വായിക്കുമ്പം. പക്ഷെ ഞാനും എൻ്റെ സിസ്റ്ററൊക്കെ ഖുറാൻ വായിക്കുമ്പോൾ എല്ലാവരും ഇരുന്ന് ഖുറാൻ വായിക്കുമ്പോൾ നമ്മൾ ആമൻ. അപ്പം എൻ്റെ മമ്മിയൊക്കെ ആമനല്ല ആമീൻ, ഓക്കെ ഓക്കെ ആമൻ. കാരണം നമ്മൾ സ്കൂളിൽ, കാരണം നമുക്കതൊരു ശീലമായിരുന്നു. ക്രിസ്ത്യൻ സ്കൂൾ ആയതുകൊണ്ട് പള്ളിയിൽ പോകണം. പിന്നെ ക്രിസ്മസ് ഫ്രണ്ട് ഒക്കെ കളിക്കില്ലേ നമ്മള്, അതൊക്കെ നമ്മൾ അതിപ്പോഴും ഞാൻ കളിക്കാറുണ്ട് കേട്ടോ. അത് ശീലിട്ടില്ല സിസ്റ്റർ കുട്ടികളുടെ കൂടെ. കളിച്ചിട്ടില്ല കുട്ടി. ക്രിസ്മസ് ഫ്രണ്ട് കളിക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ കൊടുത്ത് എടുക്കും. അപ്പൊ അന്ന് സർപ്രൈസ് ആയിരിക്കും ആരാണ് എനിക്ക് കൊണ്ടുതന്നെ നമ്മൾ കണ്ടുപിടിക്കും ക്രിസ്മസ് ഫ്രണ്ടിന്. എന്നിട്ട് ആ സമയത്ത് സ്കൂൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഫ്രണ്ട്സ് പരിപാടിയൊന്നും നമ്മൾ പിടിക്കാറില്ലായിരുന്നു. പിടിച്ചിട്ടുണ്ടല്ലോ ചെലവ് കൂടി. അതിപ്പോ അതിനുള്ള പണിഷ്മെന്റ്. ഈ സമ്മാനങ്ങൾ കിട്ടാതെ കരയുക, അല്ലെങ്കിൽ സമ്മാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ടെൻഷനോ അങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാരാണോ നിങ്ങൾ? പിന്നെ ഇപ്പോഴും ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓ അത് ശരി. അപ്പൊ ഇപ്പൊ ആരെങ്കിലും ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നില്ല, മറന്നു പോയെങ്കിൽ സങ്കടാവും അല്ലേ? സങ്കടം എന്നല്ല, ഞാൻ വിളിച്ചു പറയും എനിക്ക് ഗിഫ്റ്റ് വന്നില്ലല്ലോ. എങ്ങനെയാണോ? എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് അങ്ങനെ ഇല്ല, പക്ഷെ ഈ മത്സരത്തിന് പങ്കെടുക്കുമ്പോൾ സമ്മാനം കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ സ്ഥിര സ്വഭാവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഫസ്റ്റ് ചിലവർക്കില്ല. അജുനെ കാണുമ്പോൾ തന്നെ അറിയാം അജുന് അങ്ങനത്തെ ഒരു മത്സരത്തിൽ പങ്കെടുത്താലല്ലേ ഉള്ളൂ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന തൊട്ട് കോളേജ് പഠിക്കുന്നവരെ ഞാൻ ഒരു മത്സരത്തിൽ പങ്കെടുത്തില്ല. ആകെ എൻ്റെ ഓർമ്മയിൽ 5ാം ക്ലാസ്സിൽ ഒരു ഭടനായിട്ട് എന്നെ ഒരു യമലോകം എന്ന് പറയുന്ന നാടകത്തിൽ നിർത്തി. യമലോകം അല്ല ഭടൻ. പിന്നെ ഈ യേശുക്രിസ്തുവായിട്ട് പള്ളിയിലെ ഏതൊരു പരിപാടിക്ക് അപ്പൊ എനിക്കൊന്നും പെട്ടെന്ന് കിട്ടിയില്ല ആരെയും. അങ്ങനെ ഈ രണ്ട് യാദൃശ്ചികമായി ഞാൻ ഭാഗമായതേ ഉള്ളൂ. ഞാനും ശ്വാസികയൊക്കെ മത്സരങ്ങൾ മാത്രം കണ്ട് എല്ലാ വർഷവും പഠിപ്പില്ലയോ, മത്സരങ്ങൾ ഉണ്ടാവും. അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഭയങ്കര സന്തോഷമാണ്. ഓൺ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു എനർജിയാണ് നിങ്ങൾക്ക്. ഞാനതല്ല, എന്റെ ദൈവമേ, ഇതിപ്പോ അപ്പുറത്ത് ഇരുട്ടൊക്കെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ അല്ലെങ്കിലും നമുക്ക് അപ്പുറത്ത് നമ്മള് 3 പേര് മാത്രമേ വീടാണ്. അല്ല, അതെ, അത് ശീലമല്ല, അതുകൊണ്ടാണ്. മറ്റേ നമുക്ക് ഷൂട്ടിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ചുറ്റും നമ്മുടെ ചേട്ടന്മാരാണ് ബേസിക്കലി, അല്ലേ? ക്യാമറ ആണെങ്കിലും ADs ആണെങ്കിലും ആ ഇൻഹിബിഷൻ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും സ്റ്റേജ് ഇല്ല. എനിക്കറിയാം, കാരണം നമ്മുടെ അമ്മയുടെ ഷോന്റെ സമയത്ത് ഇവരെ ഒന്ന് ഡാൻസ് കളിപ്പിക്കാൻ, ഞാനും ഇവരെ ഡാൻസ് കളിപ്പിക്കാൻ വലിയ സ്റ്റാർസ് ഒക്കെ വന്നിട്ട് വിളിക്കാൻ, എന്നിട്ട് ഇവരൊക്കെ വിളിപ്പിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ഡാൻസ് കളിക്കില്ല? അത് പേടിയോ കളിക്കും മര്യാദക്ക് ഡാൻസ്. ഞാൻ പോയി അച്ഛയുടെ ഡാൻസ് കളിക്കാം, ഷംന പ്ലീസ് ലാസ്റ്റ് കെഞ്ചലായി ഇവരുടെ ഡാൻസ് കളിക്കും. അല്ല, അത് ആസിഫ് അവസാനം സമ്മതിച്ചു. ഞാൻ കളിച്ചു. വേറെ വഴിയില്ല. അമ്മ ഷോ ആയതുകൊണ്ട് നമുക്ക് സിനിമയിൽ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ക്യൂട്ടായിട്ട് കളിക്കും. നമ്മുടെ നടൻ പ്രഭു ഒക്കെ കളിക്കുന്ന പോലെ ഭയങ്കര ക്യൂട്ടാണ് അജു. ഇങ്ങനെ ഓരോ മനസ്സിലായി. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ നടക്കില്ല. ചെറിയ മുക്കാല